നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ നടത്തിയ പ്രശംസകൾ വാർത്തകളിലും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ ചർച്ചകളിലും നല്ല രീതിയിൽ ചൂടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ് ശശി തരൂർ എംപിയുടെ ഇപ്പോഴത്തെ രീതികൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തികളിൽ ആകർഷിതരായി മുന്നോട്ട് വരുന്ന പല നേതാക്കളെയും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും BJPക്ക് അത്ര വലിയ കാര്യമല്ല. എന്നാൽ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കളും മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുമ്പോൾ അതേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മോദി ആരാധകർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ചർച്ചയാകേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ മോദി പ്രശംസ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ നടത്തിയ പ്രശംസയിൽ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ രംഗത്തെത്തി. തരൂരിന്റെ പരാമർശങ്ങൾ എല്ലായ്പ്പോഴും താൻ ബഹുമാനിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മോദിയെ പ്രശംസിച്ച് ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. ഇത് ശ്രദ്ധേയമാണ്. ശശി തരൂരിന്റെ വിധിന്യായങ്ങളെ എല്ലായ്പ്പോഴും ബഹുമാനിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെക്കുറിച്ചുള്ളത് എന്നായിരുന്നു ജയശങ്കർ പറഞ്ഞത്. ദില്ലിയിലെ റെയ്സീന ഡയലോഗ് സംവാദത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ശശി തരൂർ മോദിയെ പ്രശംസിച്ച് രംഗത്ത് വന്നത്. റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഇടപെടലായിരുന്നു പ്രശംസയ്ക്ക് ആധാരം. യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറി. കേന്ദ്രത്തെക്കുറിച്ച് താൻ മുൻപ് നടത്തിയ പരാമർശങ്ങൾ തെറ്റായിപ്പോയെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് ശശി തരൂർ MP ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു. മോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ശശി തരൂർ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടിയിൽ തെറ്റില്ലെന്നും ശശി തരൂർ പറഞ്ഞു. എന്നാൽ അവരെ കൊണ്ടുവരുന്ന രീതി സംബന്ധിച്ച് ഉറപ്പൊന്നും ലഭിക്കാത്തതിലാണ് നിരാശയെന്നും ശശി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുമ്പോഴാണ് കോൺഗ്രസിലെ തന്നെ നേതാവ് ശശി തരൂർ ഇടവേളകളില്ലാതെ മോദിയെ പ്രശംസിക്കുന്നത്. അതേസമയം കോൺഗ്രസിലെ പല നേതാക്കൾക്കും രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങളിലാണ് ഇപ്പോൾ ഏറെ ആകർഷിതമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും കോൺഗ്രസിനകത്ത് തന്നെ മോദി ആരാധകർ കൂടുന്നത്. അതേസമയം കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്താറുണ്ട്. അതൊക്കെയും വിവാദങ്ങളായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ MP. കുറച്ചു ദിവസം മുൻപ് വരെ ശശി തരൂരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചില സംഭവങ്ങളാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.